എല്ലാവർക്കും സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററിന് തുടക്കം കുറിക്കാം. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് കൺട്രോൾ, എന്താണ് കോർഡിനേഷൻ എന്നുള്ള ഈ രണ്ട് വാക്കുകൾ, ദീസ് ടു ടേംസ് were discussed in the previous lessons. നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെന്റ് ഓർഗൻസ്, ആ ഓർഗൻസിന്റെ പ്രവർത്തനത്തെ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കുന്നതിനാണ് അല്ലെങ്കിൽ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുക. ഇപ്പൊ ഹാർട്ട് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യണം, കിഡ്നി ഒരു മിനിറ്റിൽ എത്ര അൾട്രാ ഫിൽട്രേറ്റ് ഉണ്ടാക്കണം, റെസ്പിറേറ്ററി സിസ്റ്റം എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ ഇൻഹേൽ ചെയ്യണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് വിളിക്കുക. ഓരോ ഓർഗനും അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ട്. ആൻഡ് ദറ്റ് ഈസ് കോൾഡ് കൺട്രോൾ. ഈ എന്താണ് കോർഡിനേഷൻ? നമ്മൾ മലയാളത്തിൽ അതിന് ഏകോപനം എന്നാണ് വിളിക്കുക. എന്താണ് കോർഡിനേഷൻ? നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർഗൻസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയും, നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് തന്നെ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് ഇൻ അവർ ബോഡി. ഇപ്പോൾ ഓരോ ഓർഗന്റെ പ്രവർത്തനത്തെ മറ്റ് ഓർഗൻസിന്റെ പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മളെന്ത് വിളിക്കാം, കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം എന്ന് പറയുക. എന്താണ് അതിന്റെ ആവശ്യം? എന്താണ്? ഒരു ഓർഗന് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്, ആ യൂണിറ്റ് നിലനിൽക്കുന്നത് ധാരാളം ഓർഗൻസിന്റെയും ഓർഗൻ സിസ്റ്റത്തിന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഓർഗന് സ്വന്തമായി പ്രവർത്തിക്കാൻ, സ്വന്തമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ പ്രവർത്തനത്തിൽ ചില വ്യത്യാസങ്ങൾ വേണ്ടിവരും. ഇപ്പൊ ഹാർട്ട് എല്ലാ സമയത്തും ഹാർട്ട് 72 പ്രാവശ്യം മാത്രമേ ബീറ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഒരു മിനിറ്റിൽ 15 പ്രാവശ്യം അല്ലെങ്കിൽ 16 പ്രാവശ്യം മാത്രമേ ഇൻസ്പയർ ചെയ്യൂ, എക്സ്പയർ ചെയ്യൂ എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ, അങ്ങനെ എല്ലാ ഓർഗൻസിന്റെ പ്രവർത്തനത്തിലും മറ്റ് ഓർഗൻസിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരേണ്ടത് അല്ലെങ്കിൽ വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എന്ന് വിചാരിക്കും. യു ആർ റണ്ണിങ് അറ്റ് എ ഹൈ സ്പീഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടുന്ന സമയത്ത് മസിൽ, നമ്മുടെ സ്കെലിറ്റൽ മസിൽസ്, നമ്മുടെ കൈകാലുകളിലെ സ്കെലിറ്റൽ മസിൽ വിഗ്രസ് ആയി കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ വിഗ്രസ് ആയി കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. കൂടുതൽ എനർജി അത് ഉണ്ടാക്കണമെങ്കിൽ അതിന് കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടിയേ പറ്റൂ. ഇത് കൊടുക്കുന്നത് ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് വളരെ വേഗത്തിൽ മസിൽസിലേക്ക് എത്തേണ്ടി വരും. അതിന് ഹാർട്ട് കൂടുതൽ വേഗത്തിൽ ബീറ്റ് ചെയ്യേണ്ടി വരും. കൂടുതൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി റെസ്പിറേറ്ററി സിസ്റ്റം വളരെ കൂടുതൽ തവണ ഇൻഹലേഷൻ, എക്സലേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ശരീരത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തനങ്ങളിൽ ഓരോ ഓർഗൻസിന്റെയും അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിന്റെയും പ്രവർത്തനത്തിൽ വ്യത്യാസം വരുത്തേണ്ടത്, അനുയോജ്യമായ വ്യത്യാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, കോർഡിനേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യാനും അതുപോലെ ഓർഗൻസിനെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമാണ്. ആ സംവിധാനം 2 തലങ്ങളിലായിട്ടാണ് ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. 2 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുക. ഒന്ന്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബൈ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീ വ്യവസ്ഥ വഴി സംജാതമാകുന്ന കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇതിനെ നമ്മൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് വിളിക്കും. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. രണ്ടാമത്തത്
രണ്ടാമത്തെ കോർഡിനേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ഓർ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ എൻഡോക്രൈൻ സിസ്റ്റം ഓഫ് ദ ബോഡി. നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥ, അന്തസ്രാവി ഗ്രന്ഥികളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്ന് തരുന്ന കൺട്രോൾ ആൻഡ് കോർഡിനേഷനാണ്. ഇതിനെ നമ്മൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് വിളിക്കുന്നു. കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അങ്ങനെ രണ്ട് തരത്തിലുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. വൺ ഈസ് ദ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ദാറ്റ് ഈസ് provided by nervous system of the body, and the second one is chemical control and coordination that is provided by the endocrine system through their hormones. അപ്പോൾ ഇത് ഹോർമോൺസ് വഴിയാണ് ഇത് സാധ്യമാക്കുക. ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കുറച്ചുകൂടി ടാർഗറ്റ് ഓറിയന്റഡ് ആണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആണ്, അത് ഫാസ്റ്റ് ആണ്. എന്നാൽ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സ്ലോ ആണ്. ഇപ്പൊ എല്ലാം നമുക്കറിയാം, എല്ലാ ആക്ടിവിറ്റീസും നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബ്രെയിനോ സ്പൈനൽ കോഡിനോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവ് നെർവസ് സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാൻ അത് കഴിയില്ല, അത് സ്ഥിരമായി നിലനിർത്താം. അതുപോലെ ടെമ്പറേച്ചർ റെഗുലേഷൻ അത് നെർവസ് സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ കാൽഷ്യത്തിന്റെ അളവ്, മഗ്നീഷ്യത്തിന്റെ അളവ്, ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസിന്റെ ഒക്കെ അളവ്, അല്ലെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസ്, ഇതൊന്നും നിലനിർത്താൻ, ഇതൊക്കെ കൃത്യമായി കൊണ്ടുപോകാൻ, കൺട്രോൾ ചെയ്യാൻ നെർവസ് സിസ്റ്റത്തിന് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ വരുന്നത് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന വിഭാഗം. അതായത് എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോൺസ് വഴിയാണ് ഈ കൺട്രോൾസ് ആൻഡ് കോർഡിനേഷൻ ഒക്കെ നടത്തുക. അപ്പൊ ഇത് രണ്ട് വ്യത്യസ്ത ചാപ്റ്ററിലായിട്ടാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യം ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സാധ്യമാക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. ഇപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന കോശങ്ങൾ എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. സോ ന്യൂറോൺസ് ആർ ദ ബേസിക് ഓർ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഇപ്പൊ നെർവസ് സിസ്റ്റം ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നെർവസ് സിസ്റ്റം നമ്മൾ ഫൈലത്തിൽ കൂടി കടന്നു വരുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം ആദ്യമായിട്ട് കാണുന്നത് സീലിൻഡ്രേറ്റിലാണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്ര, നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഹൈഡ്രയില് നെർവസ് സിസ്റ്റം ഒരു നെർവ് നെറ്റിന്റെ രൂപത്തിലാണ്. ധാരാളം ന്യൂറോൺസ് പരസ്പരം കണക്ട് ചെയ്ത് ഒരു നെർവ് നെറ്റിന്റെ രൂപത്തിൽ ഹൈഡ്രയില് ഈ നെർവസ് സിസ്റ്റം കാണപ്പെടുന്നുണ്ട്. അതൊരു സിസ്റ്റമായിട്ടില്ലെങ്കിലും നെർവ് നെറ്റ് അവിടെ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അനലിഡയിലുണ്ട്. അനലിഡയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ആർത്രോപോഡയിൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അവിടെയൊക്കെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡബിൾ വെൻട്രൽ നെർവ് കോഡ്, അതുപോലെ ഓരോ സെഗ്മെന്റിലും ഗാംഗ്ലിയോണേറ്റഡ്, സെഗ്മെന്റൽ ഗാംഗ്ലിയോണേറ്റഡ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആണ് അവിടെ പ്രധാനമായിട്ട് ഒരു നെർവസ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ന്യൂറോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടി ന്യൂറോണിന്റെ സ്ട്രക്ചർ നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് ഒരു ന്യൂറോൺ എന്ന് പറയുന്നത്? സോ ന്യൂറോൺ ഈസ് ഓൾസോ കോൾഡ് എ നെർവ് ഫൈബർ. അതിന്റെ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ, because of its elongated structure, it's also called a nerve fiber. നമ്മുടെ മസിൽ ഫൈബർ എന്ന് പറയുന്ന പോലെ തന്നെ it is also called a nerve fiber or neuron. So neuron has a cell body like this and several processes emerging from the cell body.
So like any body, any cell, it has a nucleus. It has a nucleus, and the cell body is called cytone. Cell body, or it's also called cytone. Cell body is a cell body. And these structures emerging from the cell body or extending from the cell body are called dendrons. Dendrons. And each dendron has several branches like this, protoplasmic extensions like this, and these branches are called dendrites. Dendrites. And one of these dendrons is a very long one, and that is called axon. That is called axon. It is also a dendron. It's a long dendron. That is why it is given another name. That is axon. And axon is also branched. It has so many protoplasmic projections like this, and these are called axonites. Axonites. Okay. Now, the cell has cytoplasm, neuroplasm. It is also called neuroplasm. And this neuroplasm has certain bodies in it, certain proteinaceous bodies in it, is called missile bodies. Missile bodies. Missile bodies. Missile bodies are there. Okay. So the plasma membrane of the neuron is called neurilemma. It's also called neurilemma. This is called neurilemma, or plasma membrane of the nerve fiber or neuron, neurilemma. Then surrounding the axon, there are certain cells. There are certain cells called, these are cells, and these cells are called Schwann cells. Schwann cells. Schwann cells. And these cells secrete a fatty substance. They secrete a fatty substance which envelops the axon. And that envelope is called myelin. This is the myelin. This is not a continuous sheath. Myelin is not a continuous sheath. It is intermittent one. And this myelin is secreted by the Schwann cells. These are the Schwann cells. This myelin is secreted by Schwann cells. So the Schwann cells. Okay. And this myelin, a segment of the myelin, is called a node. And the space between two nodes is called internode. എല്ലാ ന്യൂറോണിന്റെ ആക്സോണിലും ഈ മൈലിൻ ഷീത്ത് ഇല്ല. അപ്പോൾ മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണിനെ നമ്മൾ മൈലിനേറ്റഡ് ഫൈബർ അല്ലെങ്കിൽ മൈലിനേറ്റഡ് ന്യൂറോൺ എന്നും, മൈലിൻ ഷീത്ത് ഇല്ലാത്തതിനെ നമ്മൾ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ എന്നും വിളിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത്, ദർ ആർ ടു ടൈപ്സ് ഓഫ് ന്യൂറോൺസ്: മൈലിനേറ്റഡ് neuron and a non-myelinated neuron. Okay. And this myelin sheath is not a continuous one, it is intermittent. So, nodes, internodes are there. Where there are myelin, that part is called the node, and between two nodes, internodes are there, gaps are there. Okay. And this is the general structure of a neuron or nerve fiber. Now, neurons are two different types of neurons. The basic function of this neuron is to transmit the nerve impulse. These transmit the nerve impulse. അപ്പോൾ നാഡീയ ആവേഗങ്ങൾ, അതായത് മെസ്സേജുകൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും, അതായത് ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ ഉള്ള മെസ്സേജുകളെ
നമ്മളതിനെ നാഡീയ ആവേഗങ്ങൾ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്നാണല്ലോ വിളിക്കുക. നെർവ് ഇമ്പൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ നെർവ് ഇമ്പൾസിനെ അല്ലെങ്കിൽ ഈ മെസ്സേജിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, അത് മസിലിലേക്കായിരിക്കാം, ഗ്ലാൻഡിലേക്കായിരിക്കാം ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ റിസപ്റ്റേഴ്സിൽ നിന്നും, അതായത് സെൻസറി ഓർഗൻസിൽ നിന്നും, വിവിധ ഭാഗങ്ങളിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് മെസ്സേജസിനെ കൊണ്ടുപോകുക. അപ്പോൾ ഈ ജോലികളാണ് ഈ ന്യൂറോൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിലുള്ള ന്യൂറോണിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദർ ആർ 2 types ഓഫ് ന്യൂറോൺസ്. അപ്പോൾ അവകളെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ദാറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. മെസ്സേജുകൾ ഒരു ന്യൂറോണിൽ സഞ്ചരിക്കുന്നത് ഒറ്റ ഡയറക്ഷൻ മാത്രമേ സഞ്ചരിക്കൂ. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം സെൽ ബോഡി ടു ആക്സണൽ. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ മാത്രമേ സഞ്ചരിക്കൂ. അപ്പോൾ ഈ 2 തരത്തിൽ നമുക്ക് അവയവങ്ങളെ കൊണ്ടുപോകുന്ന 2 തരത്തിലുള്ള ന്യൂറോൺസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. One type of neurons that carry messages from the nervous system, from the central nervous system or from the brain or the spinal cord to different parts of the body. Different parts of the body എന്ന് പറയുമ്പോൾ അത് മസിലിലേക്കോ ഗ്ലാൻഡിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ ഇഫറന്റ് ന്യൂറോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യൂറോൺസ് 2 തരത്തിലാണ്. 2 types of neurons. One is motor neuron. Or another name is efferent neuron. Or efferent fiber. And the second one carries messages or impulses from different parts of the body. That is from the receptors. അത് കണ്ണാവാം, ഐ ആവാം, നോസ് ആവാം, ടങ് ആവാം, സ്കിൻ ആവാം, ഇയർ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സിൽ നിന്നും മെസ്സേജസിനെ, ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. ഇതിനെ നമ്മൾ സെൻസറി ന്യൂറോൺസ് എന്ന് വിളിക്കുന്നു. സെൻസറി ന്യൂറോൺസ് ഓർ അഫറന്റ് ന്യൂറോൺസ്. എന്ന് വിളിക്കുന്നു. സെൻസറി ന്യൂറോൺസ് ഓർ അഫറന്റ് ന്യൂറോൺസ്. അപ്പോൾ 2 തരത്തിലുള്ള ന്യൂറോൺസ് based on the direction to which they transport the messages. ബ്രെയിനിൽ നിന്നും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവയെ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവയെ നമ്മൾ മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ ഇഫറന്റ് ന്യൂറോൺസ് എന്ന് വിളിക്കുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നവയെ നമ്മൾ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ അഫറന്റ് ന്യൂറോൺസ് എന്ന് വിളിക്കുന്നു. ഈ 2 തരത്തിലുള്ള ന്യൂറോൺസ് കൂടാതെ based on the structure or precisely speaking based on the number of processes emerging from the cell body, we can classify neurons into 3 categories. 3 കാറ്റഗറി ന്യൂറോൺസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. That is, one is multipolar neurons. Second one is bipolar neurons. And third one is unipolar neurons. അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടിപോളാർ ന്യൂറോൺസ്, ബൈപോളാർ ന്യൂറോൺസ് ആൻഡ് യൂണിപോളാർ ന്യൂറോൺസ്. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രോസസ്സസ്. നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെൻഡ്രോൺസ് ആൻഡ് ആക്സോൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ ഓഫ് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൾട്ടിപോളാർ, ബൈപോളാർ ആൻഡ് യൂണിപോളാർ. ഒന്നാമത്തെ നമുക്ക് മൾട്ടിപോളാർ എന്താണെന്ന് നോക്കാം. മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ
ഈ ന്യൂറോൺസ് മൾട്ടിപോളാർ ന്യൂറോൺസ് നമുക്ക് നോക്കാം. മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ ഒരു സെൽ ബോഡിയിൽ നിന്നും ധാരാളം പ്രോസസ്സസ് ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്നും ധാരാളം ഡെൻഡ്രോൺസ് പുറപ്പെടുന്ന അർത്ഥം. ആ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ന്യൂറോൺ ഒരു മൾട്ടിപോളാർ ന്യൂറോൺ ആണ്, അല്ലേ? കുറെ ഡെൻഡ്രോൺസ്, അതിലൊന്ന് നീണ്ട ആക്സോൺ ആണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടിപോളാർ ന്യൂറോൺ ആണ്. ദിസ് ഓൾസോ മൾട്ടിപോളാർ ന്യൂറോൺ. അപ്പോൾ എല്ലാ ന്യൂറോണിനും ആക്സോൺസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആക്സോൺ ആയിട്ട് കാണപ്പെടാത്ത ന്യൂറോൺസും ഉണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടിപോളാർ ന്യൂറോൺ ആണ്. സെവറൽ ഡിഫറെന്റ് പ്രോസസ്സസ് ആർ എമർജിങ് ഫ്രം ദി സെൽ ബോഡി. ഇനി രണ്ടാമത്തത് ബൈപോളർ ആണ്. ബൈപോളർ എന്ന് പറഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്നും രണ്ട് പ്രോസസ്സസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് പ്രോസസ്സസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈപോളാർ ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ഇതിൽ ഒന്ന് ഡെൻഡ്രോണും ഒന്ന് ആക്സോണുമായിട്ട് പ്രവർത്തിക്കും. ഇതിപ്പോൾ രണ്ട് ഒരേപോലെ നീളം, ഒന്ന് നീളം കുറഞ്ഞത് ഒന്ന് നീളമുള്ളതാവാം, രണ്ട് ഒരേപോലെ നീളം, രണ്ട് ആക്സോൺ ആവാം, അങ്ങനെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് ബൈപോളാർ ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ഈ മൾട്ടിപോളാർ, നമ്മൾ ആദ്യം പറഞ്ഞ മൾട്ടിപോളാർ ന്യൂറോൺ സാധാരണ കാണപ്പെടുന്നത് സെറിബ്രത്തിലാണ്, നമ്മുടെ തലച്ചോറിന്റെ കോർട്ടക്സിൽ ഒക്കെ ധാരാളം മൾട്ടിപോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ബൈപോളാർ ന്യൂറോൺ കാണുന്നത് നമ്മുടെ കണ്ണിലാണ്. കണ്ണിലെ റെറ്റിന, നേത്രപടലത്തിൽ ബൈപോളാർ ന്യൂറോൺസ് ധാരാളം കാണപ്പെടുന്നുണ്ട്. അടുത്ത യൂണിപോളാർ ന്യൂറോൺസ് ഒറ്റ പ്രോസസ്സസ് മാത്രം, സെൽ ബോഡി ഉണ്ടാവും, ആ സെൽ ബോഡിയിൽ നിന്നും ഒരു പ്രോസസ് മാത്രം ഇങ്ങനെ പുറപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ഡെൻഡ്രോൺ അല്ലെങ്കിൽ ഒരു ആക്സോൺ മാത്രം ഇങ്ങനെ പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യൂണിപോളാർ ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ ഓർ നെർവ് ഫൈബർ, three types of neurons can be identified: multipolar, bipolar and unipolar. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂറോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ നെർവസ് സിസ്റ്റം രണ്ട് കോമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. There are two components to our nervous system. Nervous system. There are two components. One is the central nervous system, that is called CNS, central nervous system, and the other one is PNS, that is peripheral nervous system. That is the peripheral nervous system. This is the central nervous system. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കോമ്പോണൻസ് കൊണ്ടാണ് നമുക്കറിയാം: ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. So these are the two components of the central nervous system. Now peripheral nervous system. എന്താണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പെരിഫറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വശങ്ങളിലേക്ക് എന്നാണ്. അതായത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും, ഇപ്പൊ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നെർവ്സ് പുറപ്പെടുന്നുണ്ട്. ഒരു നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നീളം കൂടിയ വള്ളി പോലുള്ള ഒരു സ്ട്രക്ചർ ആണല്ലോ നെർവ് എന്ന് പറയുന്നത്. എന്താണ് നെർവ് എന്ന് പറഞ്ഞാൽ ന്യൂറോണുകളുടെ ചെയിൻ ആണ് ഒരു നെർവ് എന്ന് പറയുന്നത്. ന്യൂറോണുകളുടെ ചെയിൻ. ഒരു ന്യൂറോണിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് മാത്രമേ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് വേറൊരു ന്യൂറോൺ, അങ്ങനെ ഒരു ന്യൂറോണിന്റെ ചെയിൻ ഉണ്ടാവും. അങ്ങനെ അനേകം ചെയിനുകൾ ഉണ്ടാവും. നമ്മളൊരു ഇലക്ട്രിക്കൽ വയർ എടുത്ത് നോക്കിയാൽ ആ വയർ ഒരു നെർവായിട്ട് കണക്കാക്കിയാൽ ആ ഇലക്ട്രിക്കൽ വയറിൽ മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ധാരാളം ചെമ്പ് കമ്പികൾ കാണാം,
ചെറിയ ചെറിയ ചെമ്പ് കമ്പികൾ കാണാം. അതിൽ ഓരോ ചെമ്പ് കമ്പിയും ഒരു ന്യൂറോൺ ചെയിൻ ആണെന്ന് നോക്കിയാൽ അങ്ങനെ ധാരാളം ന്യൂറോൺ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു നെർവ് എന്ന് പറയുന്നത്, ഒരു നാഡി എന്ന് പറയുന്നത്. ഇങ്ങനെ അനേകം നാഡികൾ, ഇങ്ങനെയുള്ള നാഡികൾ ബ്രെയിനിൽ നിന്നും പുറപ്പെടുന്നുണ്ട്, അതുപോലെ സ്പൈനൽ കോഡിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിൽ നിന്നും പുറപ്പെടുന്ന നാഡികളെ നമ്മൾ ക്രേണിയൽ നെർവ്സ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട, ക്രേണിയൽ നെർവ്സ് എന്നും സ്പൈനൽ കോഡിൽ നിന്ന് പുറപ്പെടുന്നതിനെ സ്പൈനൽ നെർവ്സ് എന്നും ആണ് വിളിക്കുക. ഈ നെർവുകൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള മെസ്സേജുകൾ ഒക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ഈ നെർവ്സ് വഴിയാണ്, നമ്മൾ പറഞ്ഞ ക്രേനിയൽ നെർവ്സ് വഴിയാണ്. അതുപോലെ സ്പൈനൽ കോഡ് എന്നുള്ള മെസ്സേജുകൾ പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഈ സ്പൈനൽ നെർവ്സ് വഴിയാണ്. അപ്പൊ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും പുറപ്പെടുന്ന ഈ നെർവ്സ് ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വൺ ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഓർ സൊമാറ്റിക് നെർവ്സ്. രണ്ട് തരത്തിലുള്ള നെർവ്സ് കൊണ്ടാണ് ഇതിനെ സൊമാറ്റിക് നെർവ്സ് ആൻഡ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. എന്താണ് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം? സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്കെലിറ്റൽ മസിൽസിനെ, അതായത് വോളണ്ടറി ആക്ടിവിറ്റീസ് ഉള്ള ഓർഗൻസിലേക്ക് പോകുന്ന നെർവ്സിനെയാണ് നമ്മൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൊമാറ്റിക് നെർവ്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈകാലുകളിലെ മസിലേക്ക്. ഇപ്പോൾ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നൊക്കെ നമ്മുടെ കൈകാലുകളിലെ മസിലേക്ക്, അതുപോലെ വോളണ്ടറി ആക്ടിവിറ്റീസ്, സ്കെലിറ്റൽ മസിലിലേക്ക് ഒക്കെ മെസ്സേജസ് പോകുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൊമാറ്റിക് നെർവ്സ് ആണ് അത് സാധ്യമാക്കുന്നത്. ഓക്കെ, അതുപോലെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അടുത്തത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഇപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് സാധ്യമാകുന്ന ഓർഗൻസിലേക്കും ഒക്കെ മെസ്സേജസ് കൊണ്ടുപോകുന്ന നെർവ്സിനെയാണ് നമ്മൾ ഓട്ടോണമിക്, അത് ചേർന്നാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം തന്നെ രണ്ട് തരത്തിലുണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നെർവസ് സിസ്റ്റം രണ്ട് പ്രധാന ഘടകങ്ങൾ: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. Central nervous system is made up of brain and spinal cord. Peripheral nervous system is made up of nerves originating from the central nervous system. Two types: somatic nervous system and autonomous nervous system. Somatic nervous system innervates. Innervation എന്ന വാക്കാണ് ഉപയോഗിക്കുക. അതായത് നെർവ് ഒരു ഓർഗനത്തിലേക്ക് പോയി അവിടെ മെസ്സേജസ് കൊടുക്കുകയോ അവിടെ നിന്ന് എടുക്കുകയോ ചെയ്യുന്ന നമ്മൾ ഇന്നർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് നെർവ്സ് give messages or transport messages to the skeletal muscles or voluntary organs, and autonomous nervous system it gives messages to the involuntary organs, or it controls and coordinates the involuntary activities of the body. It has two branches again: sympathetic and parasympathetic. Okay, so that is about the nervous system of our body. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.